ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുവൈറ്റിലുള്ള മുറൂജ് ഫാമിലാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ചെല്ലുന്നത് കുട്ടികളുടെ പ്ലേ ഏരിയയിലോട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാമിലോട്ട് പോകുന്നത്. ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറൂജ് ഫാമിലോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് ബസ് സർവീസ് ഒന്നും ഇല്ലാത്തതിനാൽ ടാക്സി പിടിച്ചാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു പ്രദേശത്ത് ചുമ്മാ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ താമസമോ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണിത്. പിന്നെ ഈ ഒരു ഭാഗം കാണുന്നത് മൊത്തം ഈന്തപ്പനയുടെ തോട്ടങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് കുവൈറ്റ് വന്നതിന് ശേഷം ഇതേപോലെ ഈന്തപ്പനയുടെ തോട്ടങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്താറായിട്ടുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഒരു 15 മിനിറ്റ് റൈഡ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഇത് ലൊക്കേഷൻ വരുന്നത് സബാ സാലിമിലാണ്. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ വന്നിറങ്ങി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇവിടുത്തെ കുട്ടികളുടെ പാർക്കിംഗ് ഏരിയയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് മൊത്തം കുട്ടികളുടെ പ്ലേ ഏരിയകളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വരുന്നത് മൊത്തം കാർ പാർക്കിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഇവിടെ ഒരു കാർ പാർക്കിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പാർക്കിലോട്ട് കയറാനുള്ള ഒരു എൻട്രൻസ് മാത്രമാണ്. ഒരു തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഇപ്പോൾ ഒരു സമയം 4 മണിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് വന്ന ആൾക്കാരൊക്കെ വരുന്നൊരു സമയമാണ്. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി നല്ല അത്യാവശ്യം നല്ല തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം പാർക്കിലും അതുപോലെ ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും കുവൈറ്റിൻ്റെ ഫ്ലാഗ് പാറി പറക്കുന്നുണ്ട്. അതുപോലെ ആ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റുകളും അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറിയതുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. ഇപ്പോൾ ഒരു ചെറിയ വെയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ചൂടൊന്നും അറിയാൻ പറ്റുന്നില്ല. ഈ കാണുന്നതൊക്കെ കുട്ടികളുടെ പ്ലേ ഏരിയകളാണ്. കുട്ടികളുടെ പാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. ഈ 2 സൈഡിലുമുള്ളത് കുട്ടികളുടെ പ്ലേ ഏരിയയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ കൂടെ വരുന്ന മാതാപിതാക്കൾക്കും റെസ്റ്റ് ചെയ്യാൻ സ്ഥലമുണ്ട്. കൂടെ വരുന്ന വയസ്സായവർക്കൊക്കെ ഇതേപോലെയുള്ള വണ്ടികൾ യൂസ് ചെയ്ത് നമുക്ക് ഈ പാർക്ക് നമുക്ക് ചുറ്റിക്കാണുവാൻ സാധിക്കുന്നതാണ്. ഇതങ്ങനെ നമ്മളിപ്പോൾ നടന്നു വന്നപ്പോൾ കണ്ടതാണ് ഒരു വെള്ളച്ചാട്ടമല്ല, വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടുന്ന ഒരു വിഷയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും കണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ റൈഡ് എന്തോ നടക്കുന്നുണ്ട്. ഹോഴ്സ് റൈഡ് എന്തോ ആണെന്ന് തോന്നുന്നു. അതിൽ പോകുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നു ഇതൊരു ഹോഴ്സ് റൈഡിൻ്റെ ഏരിയ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡിൽ കുറേ കാണികളൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട് നമുക്കവിടെ ഇരിക്കാൻ വേണ്ടി. അവിടെ ഒത്തിരി പേര് കുട്ടികളൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ എൻട്രൻസ് കാണത്തില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ വന്നപ്പോഴത്തേക്ക് ഇതൊരു പാർക്കാണ്. ഈ പാർക്കിൻ്റെ സൈഡിൽ വന്നപ്പോഴത്തേക്ക് ഈ സൈഡിൽ ഹോഴ്സ് റൈഡിൻ്റെ ഗ്രൗണ്ടാണ് ഞാൻ കണ്ടത്, അതായത് ട്രാക്ക്. അപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്ക് അവിടെ അനൗൺസ്മെൻറ്റ് കേട്ടു. ഇവിടെ റേസ് നടക്കുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു. അപ്പോൾ ഈ റോഡ് ഈ ട്രാക്ക് പോയേക്കുന്നത് കറങ്ങി ആ ഒരു വഴിയാണ് വന്നേക്കുന്നത്. അങ്ങനെ കറങ്ങി ഇതുവഴി വരും. ഇവിടെയാണ് ഫിനിഷിംഗ് പോയിൻ്റ് വരുന്നത്. അപ്പോഴത്തേക്ക് അവിടുന്ന് ഇപ്പോൾ റേസ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കിവിടുന്ന് ഇപ്പോൾ കുതിരകൾ ഇപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അടുത്തോട്ട് റേസ് വരാറായിട്ടുണ്ട്. നമുക്കെന്നാൽ അതൊന്ന് കണ്ടാലോ. ആ ഒരു സൈഡിൽ നിന്നാണ് ഇപ്പോൾ അവർ റേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തായിട്ടാണ് ഇതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഹോഴ്സ് റേസ് കാണുന്നത്. അപ്പം ഹോഴ്സ് റൈഡ് ഇപ്പോൾ അവിടെ വെച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ആംബുലൻസ് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചെറിയ പാർട്ടിൽ നിങ്ങൾ കണ്ടത് ഇവിടുത്തെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും അതേപോലെ തന്നെ ഒരു ഹോഴ്സ് റേസുമാണ്. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ ഇവിടുത്തെ മിനി സൂവിൻ്റെ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താം.